ഫെസ്റ്റിവൽ മൈൽസ്റ്റോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം സംഭവം എന്ന് വെച്ചാലേ ഡെയിലി വീഡിയോ ഇടാനായിട്ട് എനിക്ക് കണ്ടൻറ് ഇല്ല. അപ്പം ഡെയിലി വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. വീട്ടിലിരുന്ന് കണ്ടൻറ് ചെയ്യാനുള്ള അവസ്ഥയൊന്നുമില്ല. അപ്പോൾ ഡെയിലി വീഡിയോ ആകുമ്പോൾ നമുക്ക് ഇനി തൊട്ട് നമ്മുടെ ജോലിയും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലിയും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ പരിപാടി ഈ കാണുന്ന സാധനങ്ങളെല്ലാം ഇളക്കി അതെല്ലാം വൃത്തിയാക്കി അതിൻ്റെ ആണിയൊക്കെ കളഞ്ഞ് നല്ല രീതിക്ക് അടുക്കി വെച്ച്, അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ വേറൊരു സൈറ്റ് കൂടെ ഉണ്ട്. അതും ഇതുപോലെ തന്നെ എല്ലാം പൊളിച്ച് ആ പലകയെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് ഇവിടെ ഇനിയിപ്പം കെട്ടിടത്തിൻ്റെ വർക്ക് തുടങ്ങും കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ആണിയൊക്കെ മാറ്റി നല്ല സുന്ദരനാക്കി വൃത്തിയാക്കി വയ്ക്കുകയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് അതിലോട്ട് കിടക്കാം. സൈഡ് പല ഇളക്കി കഴിഞ്ഞു. അത് ഇതുപോലെ ക്ലീനായിട്ട് ഇനി ഇതേപോലെ ഫുള്ള് ഇളക്കണം. ഫുള്ള് ഇളക്കി ക്ലീൻ ചെയ്ത് ഇതിലുള്ള ആണികളൊക്കെ കളഞ്ഞ് വയ്ക്കണം. ഇനി നമുക്ക് ഈ സൈഡ് തന്നെ തീർത്ത് പോവാം. ഇതാ ഈ ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലോട്ട് ഇതാ വെളി ഭാഗത്ത് എല്ലാ പലകളും ഇളക്കി കഴിഞ്ഞു. എല്ലാം നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീനായിട്ട് കിടപ്പുണ്ട്. ഇപ്പോൾ അകം സൈഡ് ഇളക്കിയിട്ടില്ല കേട്ടോ. അകം സൈഡ് ഇളക്കണം. അകം സൈഡ് ഇളക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അതെല്ലാം ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചെല്ലാം അടുക്കി വെച്ചിട്ട് വേണം എനിക്ക് താഴോട്ട് ഇറങ്ങാൻ. താഴോട്ടും ഇതുപോലെയാണ്. അപ്പോൾ ഇനി അകത്തെ പലകൾ അതിലോട്ട് കയറാം. വെള്ളമൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ നമ്മൾ അവിടെ നിന്ന് വന്നപ്പോഴേ അവിടുത്തെ കൊണ്ടുവന്നു. ഇവിടെ അടുത്ത് വെള്ളം കിട്ടാത്ത പാടായതുകൊണ്ട് നമുക്ക് ഭക്ഷണമില്ലെങ്കിലും വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ അകത്തെ പലകളും എല്ലാം ഇളക്കി കഴിഞ്ഞു കേട്ടോ. അതെല്ലാം ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആണിയെല്ലാം അടിച്ച് ഊരണം. ആണി അടിച്ചു ഊരാൻ ചെറിയൊരു പണി കിട്ടി. ചുറ്റിയലിൻ്റെ പിടി ഒടിഞ്ഞു പോയി. കഴിയുന്നു ഗൈസ്. പിന്നെ എൻ്റെ കയ്യിലാണെങ്കിൽ വേറെ വെട്ടുകത്തിയും ഇല്ല. ഇവനെ ഒന്ന് റെഡിയാക്കി എടുത്താലേ ആണി പെട്ടെന്ന് അടിച്ച് ഊരാൻ പറ്റൂ. ഇനിയിപ്പോൾ അതിൻ്റെ സെറ്റപ്പ് നോക്കണം. അതെങ്ങനെയെങ്കിലും ഒരു പിടി ഇട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ ജോലി താമസിക്കും. ഒപ്പിച്ച് ഗൈസ്. എന്നാലാവുന്ന വിധം സംഭവം കൊടുവളൊന്നും ഇല്ലായിരുന്നു, പക്ഷേ നമുക്ക് പണി കിടക്കണ്ടേ. അതുകൊണ്ട് ഞാനതിനൊരു പിടി എന്നാലാവുന്നത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആണിയൂരൽ പ്രക്രിയയിലോട്ട് കിടക്കാം.
പലകളെല്ലാം ഒരു സ്ഥലത്ത് ആണി അടിച്ചിട്ടിട്ടുണ്ട്. ആണി ഊരിയിട്ടില്ല, ആണി അടിച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ കിടക്കുന്ന ഈ പലകളെല്ലാം ആണിയുണ്ട്, അതെല്ലാം ആണി അടിച്ച് ആണി ഊരി ഇതെല്ലാം പറക്കി എടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പ്രധാനപ്പെട്ട ഒരു ജോലി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ജോലിയിലോട്ട് കിടക്കുകയാണ്. വിശക്കുന്നു. സമയം 10:30 മണിയായി. ആഹാരം കൊണ്ടുവന്നിട്ടുണ്ട്, കാണിച്ചു തരാം. എൻ്റെ വൈഫ് എനിക്ക് പുട്ട് തന്നു, പുട്ട്. അപ്പോൾ ഇനി പുട്ട് കഴിച്ചിട്ട് ബാക്കി പരിപാടി. വാവ്, പുട്ട്. നമ്മൾ പണിയെടുക്കുന്നതിന് ആഹാരത്തിനാണ്. അപ്പോൾ ആഹാരം കഴിച്ചിട്ടാണ് ഇനിയുള്ള പണി. ടടാ. അപ്പം കാപ്പിടി കഴിഞ്ഞു. ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലോട്ട് പോകണം. ഇതിൻ്റെ ആണി ഊരണം, അതിൻ്റെ ആണി ഊരണം, ഇതെല്ലാം പറക്കി അടുക്കി ഒതുക്കി വെക്കണം. അതേപോലെ താഴോട്ട് ഇറങ്ങണം. താഴെ ഇതുപോലൊരു വീടുണ്ട്, സെയിം പ്രോസസ്സാണ് അവിടെയും സെയിം ജോലിയാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താഴോട്ട് പോവാം. ഇതിനിടയ്ക്ക് എന്നെ വേറൊരു സൈറ്റിൽ കൊണ്ടുപോയി കേട്ടോ. ഒരു ലോഡ് തടി കയറ്റാൻ പോയതായിരുന്നു. എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വേറൊരു സൈറ്റിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ ഉണ്ണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് ഊണല്ല, ഇന്ന് ബിരിയാണിയാണ്. വീട്ടിൽ നിന്ന് ആഹാരമൊന്നും ഇല്ലായിരുന്നു, ആഹാരം തന്നില്ല. അപ്പോൾ ഇനി എന്തിനാണ് ലഞ്ച് ബ്രേക്ക്. ഇനി ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് എന്തായാലും ഈ വർക്ക് ഇന്ന് തീരുമെന്ന് തോന്നുന്നില്ല. സംഭവം പുള്ളി ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ നിൽക്കുന്നതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് വന്നതേ ഉള്ളൂ. പുള്ളി എനിക്കൊരു ബിരിയാണി മേടിച്ച് തന്നിട്ടാണ് പോയത്. സംഭവം ചോറ് കൊണ്ടുവരുന്നതാണ്. ഇന്നലെ ഞങ്ങൾ ശിവഗിരിയിലൊക്കെ പോയതുകൊണ്ട് ചോറ് വയ്ക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ ചോറുണ്ടായിരുന്നത്. ഇതാ എൻ്റെ പെണ്ണ് ചോറും കാപ്പിയും എല്ലാം തന്നുവിടുന്നതാണ്. അപ്പോൾ ഫുഡ് കഴിഞ്ഞു കേട്ടോ. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള ജോലി ചെയ്യാൻ. സംഭവം ഇത് ഉച്ചയ്ക്ക് മുമ്പ് ഈ ഒരു സ്ഥലത്ത് കഴിയേണ്ടതായിരുന്നു. പക്ഷേ കോൺട്രാക്ടർ വന്ന് എന്നെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ലോഡ് തടി കയറ്റണമായിരുന്നു. അങ്ങനെ തടി കയറ്റാനായിട്ട് പോയിട്ട് ഇപ്പം 1 മണി കഴിഞ്ഞു ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ താഴത്തെ ജോലി ഇന്ന് തീരത്തില്ല. അപ്പോൾ ഇത് ഒതുക്കിയിട്ട് താഴോട്ട് ഇറങ്ങും. പാവം എൻ്റെ സുഹൃത്ത് വന്നെന്ന് പറഞ്ഞില്ലേ, അവനും എൻ്റെ കൂടെ വന്നിരുന്നു. തടി കയറ്റി വിട്ടു. എന്നിട്ട് പുള്ളി എനിക്ക് ചോറ് മേടിച്ച് തന്നിട്ട് പുള്ളി പോയി. അപ്പോൾ ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇതൊക്കെയാണ് പരിപാടികൾ. ഇത് സംഭവം വലിയ കാര്യമൊന്നുമല്ല, എല്ലായിടത്തും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഡെയിലി വ്ളോഗ് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ 2 മണി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വർക്കിന് ഇറങ്ങുകയാണ്. ചെറിയൊരു മയക്കം വാങ്ങിപ്പോയി. നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ. അവിടെ വെയിലായതുകൊണ്ട് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടാണ് ബാക്കി പരിപാടി നോക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈക്കൊരു അടിയിട്ട് ചുറ്റലിനൊരു അടിയിട്ട്. ഇതൊക്കെ ഇതിലുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. താഴെയെല്ലാം പറക്കി ഒതുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.